രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ബോംബെയിൽ കഞ്ചുമാർഗ് എന്ന പറഞ്ഞ സ്ഥലത്ത് കലാ ഉണ്ണികൃഷ്ണൻ നമുക്കൊക്കെ സുപരിചിതം. 2-3 പ്രാവശ്യം നമുക്ക് കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അംബരീഷ് എഴുതാനായിട്ടുമൊക്കെ കഴിഞ്ഞ സത്സംഗത്തിലുണ്ടായിരുന്നു. വീണ്ടും ഈ ഗുരുവായൂരപ്പൻ ആദ്യം ഒരു ഇത് കൊടുത്തില്ലെങ്കിലും പിന്നീട് ഒരു ടോക്കൺ വിളിച്ചു കൊടുത്തു. എന്തായാലും നല്ലൊരു വിഷയം തന്നെയാണ് കൊടുത്തത്. ഏകാദശ സ്കന്ധത്തിൽ ഈ കലികാലത്ത് അറിയേണ്ടതായിട്ടുള്ള സജ്ജനങ്ങളുടെ മഹത്വം എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഭഗവാൻ സനകാദികൾക്ക് കാണിച്ചു കൊടുത്ത ഹംസാവതാരത്തെക്കുറിച്ച് ആണ് നമുക്ക് പറഞ്ഞു തരുന്നത്. എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി ഇപ്പം നമ്മൾ വി ആർ റണ്ണിങ് അല്ലേ, ഹാഫ് ആൻ അവേഴ്സ് ലേറ്റാണ് അല്ലേ. അപ്പം അരമണിക്കൂർ 12 മണിക്ക് തൊട്ട് 12:30 വരെ ഇതാണ്. പിന്നെ 12:30 തൊട്ട് 1 മണി വരെ അടുത്ത പ്രഭാഷണം. പിന്നെ ബാക്കിയുള്ള വായിച്ചിട്ട് നാരായണീയം. അങ്ങനെ നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് ആ പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി ആ അമ്മയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ അച്ഛൻ്റെ പിറന്നാളിൻ്റെ അനുബന്ധിച്ചിട്ടുള്ള ഈ വായനയ്ക്ക് മധ്യാഹ്നത്തിലുള്ള ആദ്യത്തെ പ്രഭാഷണത്തിനായിട്ട് സുസ്വാഗതം ചെയ്യുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. യോऽന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാ അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരിയോ. എല്ലാവർക്കും ആദ്യം തന്നെ മകര സംക്രാന്തി ആശംസകൾ അറിയിക്കുകയാണ്. ഇവിടെ സന്നിഹിതരായ എല്ലാ സജ്ജനങ്ങൾക്കും പിന്നെ നമ്മുടെ ഗുരുനാഥനും പ്രിയപ്പെട്ട ഗുരുനാഥനും എൻ്റെ വിനീതമായ കുപ്പുകൾ. ഏകാദശ സ്കന്ധം 13-ാമത്തെ അധ്യായം വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അതേസമയം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സങ്കീർണമായി തോന്നിയ ഒരു ഭാഗം കൂടിയാകുന്നു. കാരണം ഈ ഏകാദശ സ്കന്ധത്തിൽ 7-ാമത്തെ അധ്യായം മുതൽ 29 അധ്യായം വരെയും ഉദ്ധവരും ഭഗവാനും തമ്മിലുള്ള സംവാദം, അതായത് ഉദ്ധവര് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, ഭഗവാൻ അതിനൊക്കെ മറുപടി ജ്ഞാനോപദേശമായി നൽകുകയാണ്. ഉദ്ധവഗീത എന്നാണ് ഈ ഭാഗം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 21 ചോദ്യങ്ങളാണ് ഇതിൽ ചോദിക്കുന്നത്. അതിൽപ്പെട്ട ഒരു ഭാഗം കൂടിയാകുന്നു ഇത്. അപ്പൊ ഈ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും, ചോദ്യങ്ങളൊക്കെ നമുക്ക് വേഗം മനസ്സിലാകുന്നുണ്ട് അതിൽ വായിക്കും. പക്ഷെ ആ ഉത്തരങ്ങളൊക്കെ പലതും അതിൽ നിന്ന് ആ തത്വം നമുക്ക് വേർതിരിച്ചെടുക്കുവാൻ വളരെയധികം പ്രയാസമുള്ളതായി ഞങ്ങൾക്ക് ആ ക്ലാസിന്റെ സമയത്ത് തന്നെ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നുകൂടി ഈ ഒരു അധ്യായം എന്നെ ഏൽപ്പിച്ചത് കൊണ്ട്, ഗുരുവായൂരപ്പനായിട്ട് മന തിരുമേനിയുടെ രൂപത്തിൽ എനിക്ക് ഇത് തന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടി അത് പഠിക്കണം എന്നായിരിക്കും ഭഗവാന്റെ ഇച്ഛ. അതുകൊണ്ട് ഞാനത് ഒന്ന് ശ്രമിക്കുന്നു എന്ന് മാത്രം. ഇപ്പോൾ ഏകാദശ സ്കന്ധത്തിൽ 7 മുതൽ 29 വരെ അധ്യായങ്ങളിൽ, അതിൽ ആദ്യത്തെ 7, 8, 9 അധ്യായങ്ങളിലായി യദു അവധൂത സംവാദ രൂപേണ 24 ഗുരുക്കളെ കുറിച്ച് വിസ്തരിച്ചതിന് ശേഷം ബദ്ധൻ, മുക്തൻ, അവരുടെ ലക്ഷണം, ബദ്ധന്റെ മുക്തന്റെ ലക്ഷണം, തുടർന്ന് സത്സംഗ മഹിമയും എടുത്തു പറയുകയാണ്. ഇവിടെ ഭഗവാൻ പറയുകയാണ്, സത്വം രജസ്തമ ഇതി ഗുണാ ബുദ്ധേഹേ. അതായത് സത്വം, രജസ്, തമസീവ മൂന്നും തന്നെ ബുദ്ധിയുടെ ഗുണങ്ങളാകുന്നു, ആത്മാവിൻ്റെതല്ല. ഈ മനസ്സിലെ ചെളികളാകുന്നു അല്ലെങ്കിൽ മനസ്സിന്റെ മാലിന്യങ്ങളാകുന്ന ഈ രജസ്സും തമസ്സു ഗുണങ്ങൾ. ശുദ്ധമായ സത്വഗുണത്തിന് മാത്രമേ അവയെ നശിപ്പിക്കുവാൻ സാധിക്കൂ. നമുക്കെല്ലാം തന്നെ അറിയാം, നമ്മളെല്ലാം തന്നെ സാത്വികരാണ്. അപ്പോ ഈ സത്വഗുണത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സാത്വികമായ ആഹാരം കഴിക്കുക, സാത്വിക ചിന്തകൾ, ജീവിതശൈലിയിലുടനീളം സാത്വികത വെച്ച് പുലർത്തുക, പരിപാലിക്കുക.
മാത്രമല്ല ഇതിന് നമ്മളെ ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്നതായ മതിപ്പിക്കുന്നതായ സംഗതികളൊക്കെ ഒഴിവാക്കുക. ഇന്നത്തെ യുവതലമുറയ്ക്ക് ഇതൊക്കെ തന്നെ ഉൾക്കൊള്ളുവാൻ പ്രയാസമായിരിക്കും. എന്നിരുന്നാലും അതും കൂടി ഇതിന്റെ ഒരു ഘടകമാകുന്നു. ക്രമേണ ഇങ്ങനെ സത്വഗുണം പരിപോഷിപ്പിച്ച് രജസ് തമസ് ഗുണങ്ങൾ ഇല്ലാതാകുന്നു. മുളകൾ തമ്മിൽ ഉരസി ഉണ്ടായ അഗ്നി മുളങ്കാടിനെ നശിപ്പിക്കുന്നത് പോലെ ഈ സത്വഗുണം നിരന്തരമായ പരിശ്രമത്താൽ സത്വഗുണം വർദ്ധിച്ച് ഭക്തിജ്ഞാന വൈരാഗ്യം വർദ്ധിച്ച് സകല കർമ്മവാസനകളും നശിക്കുന്നു എന്നാണ് ആ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. കഴിയുന്നത് പോലെ ഞാനത് ഉൾക്കൊള്ളിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന മാതിരി പറഞ്ഞു എന്നാണ് എന്റെ വിചാരം. പക്ഷെ എന്നിരുന്നാലും ഇതെല്ലാം വളരെ ഈ തത്വങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വളരെയധികം പ്രയാസം തന്നെയാകുന്നു. 2 ദിവസമായി നിരന്തരമായി ഞാൻ ഇതിന്റെ ശ്രമത്തിലും തന്നെയായിരുന്നു. അപ്പോൾ ഭഗവാൻ ചോദിക്കുകയാണ്, ഉദ്ധവര് ചോദിക്കുകയാണ്, ഹേ കൃഷ്ണ, അതായത് ഈ വിഷയങ്ങളെല്ലാം തന്നെ ദുഃഖകരമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിരുന്നിട്ടും തന്നെ ഈ ആട്, നായ, കഴുത തുടങ്ങിയ ജന്തുക്കൾ ഇവിടെ മനുഷ്യരുമായി ഉപദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാം. ആട്, നായ, കഴുത തുടങ്ങിയ ജന്തുക്കളെല്ലാം തന്നെ അവ ആഗ്രഹിക്കുന്ന പദാർത്ഥങ്ങൾക്ക് പിറകെ പോകുന്നു. അതേപോലെ തന്നെ മനുഷ്യരും ഇതേപോലെ ഇത്തരം സുഖലോലുപത ഇതുപോലെയുള്ള അതായത് രജസ് തമസ് ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നതായി ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പിന്നാലെ എന്തുകൊണ്ടാണ് പോകുന്നത്? എന്തുകൊണ്ടാണ് അവരിത് ഉപേക്ഷിക്കുന്നില്ല എന്ന് ഉദ്ധവർ ചോദിക്കുകയാണ്. അപ്പൊ ഭഗവാൻ മറുപടിയായി ഉപദേശിക്കുന്നു, വിവേകമില്ലാത്തവന് ദേഹാത്മ ബുദ്ധി ജനിക്കുന്നു. ശരീരം തന്നെയാണ് ആത്മാവ് എന്ന് കരുതി ശരീരസുഖം തന്നെയാണ് ആത്മസുഖം എന്ന് തെറ്റിദ്ധരിക്കുന്നു. അതിനാൽ അവരെന്ത് ചെയ്യുന്നു? ഈ ശരീരസുഖത്തിന് വേണ്ടിയുള്ള, അതായത് ഭൗതികമായ സുഖലോലുപതയ്ക്കുള്ള പദാർത്ഥങ്ങൾ നേടുവാനായി അവർ പരിശ്രമിക്കുന്നു. ഏതു വിധേനയും ഇതൊക്കെ തന്നെ നേടണം എന്നുള്ള ചിന്തയിൽ പല ദുഷ്പ്രവൃത്തികളും തന്മൂലം ചെയ്യേണ്ടി വരുന്നു. അത് ദുഃഖത്തിൽ കലാശിക്കുന്നു, ദുഃഖഹേതുവാകുന്നു. മനോജയം കൊണ്ട് മാത്രമേ മനോജയം മാത്രമേ ഇതിനൊരു ഉപായമാകുന്നുള്ളൂ. മനസ്സിനെ എന്നിൽ, അതായത് ഭഗവാനിൽ ഉറപ്പിച്ച് സമർപ്പിച്ച് ശ്വാസം ക്രമപ്പെടുത്തി നിരന്തരമായി അഭ്യസിക്കുക. അതായത് മെഡിറ്റേഷൻ എന്നും നമ്മൾക്ക് ഇതിനെ പറയാം. ഇവിടെ ഭഗവാൻ ഞാൻ എന്ന് ഉദ്ദേശിക്കുന്നത് അത് ജ്ഞാനം, ബോധം, നമ്മുടെ തന്നെ ഉള്ളിൽ ഉള്ള ജ്ഞാനം, ബോധം എന്നും അർത്ഥമാക്കാമെന്ന് ഇങ്ങനെ ഓരോ പ്രഭാഷണങ്ങളിലൊക്കെ കേട്ടത് ഞാൻ ഇവിടെ ഒന്ന് അനുസ്മരിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഇവിടെ ഞാൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് തോന്നും ഭഗവാൻ. പക്ഷെ നമ്മൾക്കൊക്കെ മനസ്സിനെ കേന്ദ്രീകരിക്കുവാൻ വേണ്ടി, മനസ്സിനെ സ്ഥിരമായി ഉറപ്പിക്കുവാൻ, ഏകാഗ്രതയോടുകൂടി നമുക്ക് ഉറപ്പിക്കുവാൻ ഒരു രൂപം, നമ്മൾ ഭഗവാന്റെ രൂപം മനസ്സിൽ കാണുന്നു എന്ന് മാത്രം. വിഷയങ്ങളോട് ചേർന്നിരിക്കുന്ന മനസ്സിനെ അതിൽ നിന്നും വേർപെടുത്തുവാൻ പ്രയാസമാണെന്ന് ഉദ്ധവരുടെ ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഭഗവാൻ യോഗസാരം ഉപദേശിക്കുവാനായി ഒരു കഥ പറയുകയാണ്. യോഗം പലതരത്തിലും വ്യാഖ്യാനിക്കാം. ബാഹ്യമായ, ഭൗതികമായ, ലൗകികമായ എല്ലാ ആശാപാശങ്ങളിൽ നിന്നും കെട്ടുപാടുകളിൽ നിന്നും മനസ്സിനെ വേർപെടുത്തി എന്നിൽ തന്നെ, അതായത് ഭഗവാനിൽ തന്നെ ഉറപ്പിക്കുവാൻ സാധിക്കുന്ന ഉപായം അത് ഏതായാലും വിരോധമില്ല, അത് യോഗം തന്നെ എന്ന് എന്റെ ശിഷ്യരായ സനകാദി മുനിമാർക്ക് ഞാൻ കുറെ മുമ്പ് ഉപദേശിച്ചിരുന്നു എന്ന് ഭഗവാൻ ഇവിടെ പറയുകയാണ്. യോഗശ്ചിത്ത വൃത്തി നിരോധ, ഇത് തന്നെയാകുന്ന പതാഞ്ജലി മഹർഷിയുടെയും അഭിപ്രായം. ചിത്തവൃത്തി നിരോധ, മനഃചാഞ്ചല്യം ഇല്ലാതാക്കുക, അത് തന്നെയാകുന്നു യോഗം. യാത്വം സനകാദിഭ്യോ ഏന രൂപേണ കേശവ, ഉദ്ധവർ ചോദിക്കുകയാണ്, ഹേ കേശവ, എപ്പോൾ ഏതു രൂപത്തോടു കൂടിയാണ് അങ്ങ് സനകാദി മുനിമാർക്ക് യോഗം ഉപദേശിച്ചത്? ആ രൂപം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉദ്ധവരുടെ മനസ്സിൽ ആ ഉപദേശം അറിയുവാനുള്ള ആഗ്രഹം ഉണ്ടായി. ഭഗവാൻ ആ സന്ദർഭം പറയുകയാണ്, വിവരിക്കുകയാണ്. ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സനകാദി മുനിമാർ, നമുക്കെല്ലാം അറിയാം സനകാദി മുനിമാർ, സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ. ഈ സനകാദി മുനിമാർക്ക് യോഗത്തിന്റെ സൂക്ഷ്മമായ തത്വത്തെക്കുറിച്ച് സംശയം ജനിച്ചു. അവർ പിതാവായ ബ്രഹ്മാവിനോട് അത് ചോദിച്ചു. വിഷയങ്ങൾക്ക് മനസ്സുമായുള്ള സംബന്ധം വേർപെടുത്തിയാലേ
മോക്ഷമുള്ളൂ എന്ന് പറയുന്നു. എന്നാൽ അതേസമയം ഈ വിഷയങ്ങളെ മനസ്സിൽ നിന്ന് മാറ്റുവാൻ പ്രയാസമാണ് താനും. ഇതെങ്ങനെ സംസാര സാഗരം കടക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മനസ്സിനെ വിഷയങ്ങളിൽ നിന്നും എങ്ങനെ മാറ്റുവാൻ സാധിക്കും എന്ന് അവർ ബ്രഹ്മാവിനോട് ചോദിച്ചു. തേജോമയനും സൃഷ്ടികർത്താവുമായ ബ്രഹ്മാവിന്, അദ്ദേഹം ധ്യാനനിരതനാണ്, പക്ഷേ സൃഷ്ടിയിൽ വ്യാപൃതനായതുകൊണ്ട് അദ്ദേഹത്തിന് ഈ പ്രശ്നത്തിന് ഉത്തരം മനസ്സിൽ അങ്കുരിച്ചില്ല. കർമ്മനിമിത്തം ഇളകിയ ചഞ്ചലമായ ബുദ്ധിയോടു കൂടിയായിരുന്നല്ലോ ബ്രഹ്മാവ്. ബ്രഹ്മാവിന്റെ തന്നെ ഈ സ്ഥിതി ഇങ്ങനെയായിരുന്നെങ്കിൽ സാധാരണക്കായ നമ്മുടെയൊക്കെ കാര്യം പറയാനില്ലല്ലോ. അപ്പോൾ ബ്രഹ്മദേവൻ ഭഗവാനെ സ്മരിച്ചു. എന്നെ സ്മരിച്ചൂടെ ഭഗവാൻ ഉദ്ധവരോട് പറയുന്നതായി കാണിക്കുന്ന ഭാഗങ്ങളാണല്ലോ. അപ്പോൾ ബ്രഹ്മദേവൻ എന്നെ സ്മരിച്ചു. ഭഗവാൻ പറയുകയാണ്, ഞാൻ അപ്പോൾ ഹംസ പക്ഷിയുടെ രൂപത്തോടുകൂടി അദ്ദേഹത്തിന്റെ സമീപത്തെത്തി. നമുക്കും അത് ഭാവനയിൽ കാണാം. അതായത് പെട്ടെന്ന് അവിടെ ഉജ്ജ്വലമായ ശുഭ്രവർണ്ണത്തിൽ അതിമനോഹരമായ ഹംസം പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ബ്രഹ്മദേവൻ ആശ്ചര്യപരതന്ത്രനായി, ഈ പക്ഷിയെ ഞാൻ സൃഷ്ടിച്ചില്ലല്ലോ, എവിടെ നിന്ന് വന്നു? പക്ഷെ അത് മഹാവിഷ്ണുവാന്ന് ബ്രഹ്മദേവന് മനസ്സിലായി. അദ്ദേഹത്തിന്റെ അന്തർദൃഷ്ടിയാൽ സനകാദി മുനിമാരാകട്ടെ ഹംസരൂപിയായ ഭഗവാനെ സ്മരിച്ചു, നമസ്കരിച്ചു. ബ്രഹ്മാവിനെ പൂജ്യസ്ഥാനത്ത് നിർത്തിയും കൊണ്ട് അവർ ചോദിക്കുകയാണ്. അതായത് പിതാവായ ബ്രഹ്മദേവനോട് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിന്റെ സമാധാനം അറിയിക്കുവാൻ സാധിച്ചില്ല. എന്നിരുന്നിട്ടും അവർ ബ്രഹ്മദേവനെ പൂജ്യസ്ഥാനത്ത് നിർത്തിക്കൊണ്ട്, ബ്രഹ്മാവിനെ പൂജ്യസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഭഗവാനോട് ചോദിക്കുകയാണ്, കോ ഭവാനിധി, അങ്ങ് ആരാണ്? സോഹം ഹംസ, അഹം സ, അത് ഞാനാകുന്നു. പാലിൽ കലർന്നിരിക്കുന്ന ജലത്തെ അതിൽ നിന്നും വേർതിരിച്ചെടുക്കുവാൻ ഹംസത്തിന് ശക്തിയുള്ളതുപോലെ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ വേർതിരിക്കാനുള്ള മാർഗം എനിക്കറിയാം. ഇക്കാര്യത്തിൽ ഞാൻ ഹംസമാകുന്നുവെന്ന് സ്വരൂപത്താൽ തന്നെ ഭഗവാൻ അവരെ ബോധ്യപ്പെടുത്തി. വിവേകികൾക്ക് മാത്രമേ ഈ തത്വം ഉൾക്കൊള്ളുവാനും സാധിക്കൂ. ഭഗവാൻ ആ തത്വങ്ങളെ ഇവിടെ വിശദീകരിക്കുകയാണ്. എന്നാലാവുന്ന വിധം ആ ഒരു കുറച്ച് പോയിന്റ്സ് എങ്ങനെയൊക്കെയോ ഞാനിങ്ങനെ അണ്ടർലൈൻ ചെയ്ത് പല പ്രാവശ്യമായി അത് മനസ്സിലാക്കി തലയിൽ കയറ്റി ആകുന്നത് പോലെ ഒന്ന് വളരെ ചെറിയൊരു പരിശ്രമം പറയുകയാണ്. അത് സെയിം, അതുകൊണ്ട് അത് തന്നെ അത് നോക്കി വായിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ. ആ തത്വങ്ങൾ ആത്മാവ് ഒന്നേയുള്ളൂ, അതിൽ ഭേദഭാവമില്ല. എല്ലാ ശരീരങ്ങളിലും പഞ്ചഭൂതങ്ങൾ സമാനമായി തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങ് ആരാണ് എന്ന ചോദ്യം വ്യർത്ഥമാണ്. ഭഗവാൻ പറയുകയാണ്. അതായത് സനകാദി മുനിമാർ ചോദിച്ച ചോദ്യത്തെ ഖണ്ഡിച്ചുകൊണ്ട് തന്നെ അവരുടെ സംശയങ്ങൾ നിവർത്തിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ. അതാണ് ശരിയായ ഗുരു ശിഷ്യബന്ധം, ഗുരു ശിഷ്യന്മാരുടെ രീതി എന്നും പറയാം, നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഭഗവാൻ പറയുകയാണ്, ഹേ വിപ്രരെ, ഈ ചോദ്യം ആത്മാവിനെ ഉദ്ദേശിച്ചാണോ? അല്ല, ആത്മാവിന് ഉപാധിയായിരിക്കുന്ന ഈ ദേഹത്തെ ഉദ്ദേശിച്ചാണോ എന്ന് ചോദിക്കുകയാണ്. അതായത് ആത്മാവ് ഏകനാണ്, ആത്മാവ് ഒന്നേ ഉള്ളൂ. ഈ തത്വം മനസ്സിൽ ഗുണങ്ങളും വിഷയങ്ങളും, മനസ്സിൽ ഗുണങ്ങളും അതായത് വിഷയങ്ങളും ഗുണങ്ങളിൽ മനസ്സും, അതായത് മനസ്സിൽ ഗുണങ്ങളുണ്ട്, ഗുണങ്ങളിൽ മനസ്സും. അതായത് വിഷയങ്ങളിൽ മനസ്സിൽ വിഷയഗുണങ്ങള്, വിഷയഗുണങ്ങളിൽ മനസ്സ്. ഇതാണ് ഇവിടത്തെ, ഇത് രണ്ടും പരസ്പരം വിലയം പ്രാപിച്ചിരിക്കുകയാണ്. ഇതാണ് പ്രശ്നം. അതായത് കടലിൽ നിന്ന് നമ്മൾക്ക് തിരമാലകളെ വേർതിരിച്ചെടുക്കാൻ സാധിക്കില്ല. കാരണം അലകൾ ജലത്തിലും തിരമാലകൾ ജലത്തിലും ജലം തിരമാലകളിലും രണ്ടും അന്യോന്യം വിലയം പ്രാപിച്ചിരിക്കുകയാണ്. എന്നാൽ അതേസമയം ഇപ്പോൾ പെട്ടിയിൽ അല്ലെങ്കിൽ നമ്മുടെ അലമാരിയിൽ ഇരിക്കുന്ന കുറെ തുണികൾ, കുറെ സാരികൾ, അതിൽ നിന്ന് നമുക്കൊരു സെറ്റ് സാരി അല്ലെങ്കിൽ ഒരു ചുവന്ന സാരി നമ്മൾക്കത് വേർതിരിച്ചെടുക്കാൻ സാധിക്കും. കൂട്ടിലിരിക്കുന്ന പക്ഷിയെ തുറന്നു വിടാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ
ഈ പറഞ്ഞില്ലേ തിരമാലകളെ കടലിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെയാകുന്നു മനസ്സിനെ ഈ ഗുണങ്ങളിൽ നിന്നും വേർതിരിച്ചെടുക്കുക വളരെ ദുഷ്കരമാണ്. തുടർച്ചയായ വിഷയ സേവ കൊണ്ട് മനസ്സ് വിഷയങ്ങളിലേക്ക് പ്രവഹിച്ചു കൊണ്ടേയിരിക്കുന്നു. ഭഗവാൻ പറയുകയാണ്, അപ്പോൾ എന്റെ രൂപത്തെ ധ്യാനിച്ച് രണ്ടിനെയും വെടിയുക, എന്നിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ലെന്ന് ഉറപ്പിക്കുക. അതായത് വിഷയങ്ങളിൽ മനസ്സും എല്ലാം തന്നെ എന്റെ തന്നെ, വിഷയങ്ങളും മനസ്സും എല്ലാം തന്നെ എന്റെ തന്നെ അംശമാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഒരു ഉദാഹരണം ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. അതായത് ഒരു കുട്ടി അതായത് ചുണ്ടുവിരൽ, അത് ചുണ്ടുവിരൽ കുടിക്കുന്ന കുട്ടി, അത് അതിന്റെ ഭോഗവസ്തു ചുണ്ടുവിരലാണെങ്കിലും അത് കുട്ടിയുടെ മുഖവും ഭോഗവസ്തുവും രണ്ടും ആ ചുണ്ടുവിരലും എല്ലാം തന്നെ കുട്ടിയുടെ ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. അതിന് വേർതിരിച്ച് കാണുവാൻ ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ആകുന്നു ഈ വിഷയങ്ങളും മനസ്സും അത്രമാത്രം ചേർന്നിരിക്കുന്നത്. അതായത് ഭഗവാന്റെ തന്നെ അംശങ്ങളാകുന്നു എന്ന് തന്നെയാണ് ഇവിടെ ഭഗവാനും പറയുന്നത്. ഈ സംസാര ബന്ധം ജീവന് ഗുണബന്ധനം ഉണ്ടാക്കുന്നു. അതിനാൽ തുരീയനായി, അതായത് മോക്ഷത്തിനു മീതെ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, തുര്യനായി അവസ്ഥാത്രയങ്ങൾക്കും അതീതനായി എന്നിൽ നിലയുറപ്പിച്ച് സംസാര ബന്ധം വെടിയുക. ക്രമേണ വിഷയങ്ങളും മനസ്സും തമ്മിലുള്ള ചേർച്ചയും അറ്റുപോകും. നാനാത്വവും അതിന്റെ ഗതികളും ഹേതുക്കളും സ്വപ്നം പോലെ ഇല്ലാത്തതാണെന്ന് അറിയുക. ഏകമായ വിജ്ഞാനമാണ് ഗുണപരിണാമത്താൽ, അതായത് അതൊന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് അത് പലതായി തോന്നുന്നത്. നാനാത്വത്തിൽ ഏകത്വം എന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. ദൃശ്യപ്രപഞ്ചത്തിൽ നിന്നും സൃഷ്ടി പിൻവലിച്ച് പ്രലോഭനങ്ങളിൽ ഒന്നും തന്നെ പെടാതെ അന്തർയാമിയായി ആത്മാനന്ദം അനുഭവിച്ച് ശാന്തനും സ്വസ്ഥമായും ഇരിക്കുവാൻ സാധിക്കുക. ഇത് തന്നെയാകുന്നു ആ ഒരു അവസ്ഥ. അതായത് ഇടയ്ക്ക് പ്രപഞ്ചബോധം ഉണ്ടായാലും അതിൽ വീഴാതിരിക്കുക. പ്രാരബ്ധ കർമ്മത്തിന് വിധേയമായിട്ടാണല്ലോ ശരീരം ഉടലെടുക്കുന്നത്. അപ്പോൾ ഈ ശരീരം കർമ്മം നിലനിൽക്കുന്ന കാലത്തോളം തുടരും, പിന്നെ അത് താനേ ഇല്ലാതാകും. അതിന് ഉദാഹരണം പറയുകയാണ്. ഒരു ചക്രം ഉരുട്ടിവിട്ടാൽ, ശക്തനായ ഒരാൾ ഒരു ചക്രം ഉരുട്ടി വിടുകയാണെങ്കിൽ ആ ചക്രം കുറെ നേരം ഉരുണ്ടുകൊണ്ടിരിക്കും. ആ ശക്തി തീരുന്നതോടുകൂടി ആ ചക്രവും വീണു പോകുന്നു, പിന്നെ ഉരുളുന്നില്ല. അതുപോലെ തന്നെയാകുന്നു പ്രാരബ്ധ ശക്തി നിലനിൽക്കുന്നത് കാലത്തോളം ദേഹചക്രം ചുറ്റിത്തിരിയുന്നു, പിന്നീട് അത് നിശ്ചലമാകുന്നു. എല്ലാവരുടെയും ശരീരത്തിന്റെയും അവസ്ഥ ഇത് തന്നെ ആകുന്നു. അതായത് ഇത്രയും പറഞ്ഞതിന്റെ ഒരു ലളിതമായ രീതിയിൽ ശങ്കരാചാര്യരുടെ ഇത് ഭജഗോവിന്ദം, നമുക്ക് അതിലെ 2 ശ്ലോകങ്ങൾ നമുക്കത് വ്യക്തമായി മനസ്സിലാകുന്നതാണ്. പ്രാണായാമം പ്രത്യാഹാരം നിത്യാനിത്യ വിവേക വിചാരം ജാപ്യസമേത സമാധി വിധാനം കുർവവധാനം മഹദവധാനം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അതായത് പ്രാണായാമം ചെയ്യുക, എല്ലാ ഇന്ദ്രിയങ്ങളും പ്രാണായാമം പ്രത്യാഹാരം, പ്രാണായാമം ചെയ്യുക, ഇന്ദ്രിയങ്ങളിൽ എല്ലാ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുക. പ്രത്യാഹാരം പരിശീലിക്കുക, അതായത് പ്രത്യാഹാരം എന്ന് പറയുന്നത് ഇവിടെ വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുക. ആദ്യം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, അത് കഴിഞ്ഞ് ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും പിൻവലിക്കുക. പിന്നീട് നശ്വരം അനശ്വരം ഇത് വേർതിരിച്ചറിയുക. പിന്നീട് ഏകാഗ്രതയോടുകൂടി നാമസ്മരണയോടെ ധ്യാന നിരതനാവുക. ഇത് തന്നെയാകുന്നു മഹത്തായ കാര്യം. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. സജ്ജന സംസർഗത്താൽ വിഷയാസക്തി ഇല്ലാതാവുന്നു. വിഷയാസക്തി ഇല്ലാതാവുന്നതോടെ വ്യാമോഹങ്ങൾ ഇല്ലാതാവുന്നു. വ്യാമോഹമുക്തനാവുമ്പോൾ തത്വബോധം, അതായത് ജ്ഞാനം ഉണ്ടാകുന്നു. തത്വബോധമുണ്ടായാൽ ജീവൻ മുക്തി പ്രാപിക്കുന്നു. ഇതിന്റെ ലളിതമായ ഒരു സാരമായിട്ടാണ് എനിക്കിത് തോന്നിയത്. അതുകൊണ്ടാണ് ഈ 2 ശ്ലോകങ്ങൾ ഇവിടെ പറഞ്ഞത്. അല്ലയോ ബ്രാഹ്മണരെ,
ഇവിടെ സാഖ്യത്തിലും യോഗത്തിലും ഭഗവാൻ തുടരുകയാണ്. സാഖ്യത്തിലും യോഗത്തിലും അന്തർലീനമായ തത്വം നിങ്ങളെ ധരിപ്പിക്കുവാനായി ഹംസമൂർത്തിയായി വന്ന മഹാവിഷ്ണുവാണെന്ന് നിങ്ങൾ അറിയുന്നു. ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കുന്നത്, സനകാദി മുനിമാർക്കും. ഭഗവാൻ തന്റെ രൂപം വെളിപ്പെടുത്തുകയാണ്. ഭഗവാന്റെ ഉപദേശം സ്വീകരിച്ച് സന്ദേഹം നീങ്ങിയ സനകാദി മുനിമാർ അദ്ദേഹത്തെ പൂജിച്ചു, സൽക്കരിച്ചു. തുടർന്ന് ബ്രഹ്മാവ് കാണുക ഭഗവാൻ സ്വന്തം സ്ഥാനം പ്രാപിച്ചു. സനകാദി മുനിമാരുടെ സംശയം തീർക്കുവാനായി ഹംസരൂപേണ അവതരിച്ച ഭഗവാൻ അവതരിച്ചതുപോലെ നമ്മുടെ എല്ലാം തന്നെ ഉള്ളിലുള്ള എല്ലാ സംശയങ്ങളും എല്ലാ വിഷമഘട്ടത്തിൽ നമ്മൾക്ക് മാർഗദർശിയായും ഭഗവാൻ ഹംസരൂപിയായി ശുഭ്രവർണ്ണത്തോടുകൂടി പ്രകാശത്തോടുകൂടി മനോഹരമായി നമ്മുടെ എല്ലാം തന്നെ മനസ്സിലും ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് മാർഗദർശിയായി എന്നും എന്നും നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ വാക്കുകൾ ഭഗവാന്റെ പാദകമലങ്ങളിൽ അർപ്പിക്കുന്നു. എൻ്റെ കുറേയധികം തെറ്റുകുറ്റകൾ ഉണ്ടാവാം. തിരുമേനി അതിൻ്റെ ഒന്ന് ചൂണ്ടിക്കാണിച്ച് എനിക്കൊന്ന് വിശദീകരിച്ച് തന്നാൽ നന്നായിരുന്നു. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. തിരുമേനി, ഞാൻ ഒരു ചെറിയ ഒരു കീർത്തനം ചൊല്ലിക്കോട്ടെ. ഈ ആത്മാവും ഇതും കൂടിയുള്ള ഒരു ചെറിയൊരു 3 മിനിറ്റിന്റെ കീർത്തനം. ആത്മാവിനെ ഭൂവിൽ ബന്ധമില്ല, സ്വന്തദേഹവുമായൊരു ബന്ധമില്ല. ജീവാത്മാക്കൾ തമ്മിലെ ബന്ധമുള്ളു പരമാത്മാവുമായുള്ളൊരാത്മബന്ധം. ആത്മാവിനെ ഭൂവിൽ ബന്ധമില്ല, സ്വന്തദേഹവുമായൊരു ബന്ധമില്ല. ജീവാത്മാക്കൾ തമ്മിലെ ബന്ധമുള്ളു പരമാത്മാവുമായുള്ളൊരാത്മബന്ധം. ദേഹവും ലോകവും വിട്ടുപോയാൽ ആരും ആത്മസ്വരൂപനിൽ ചേരും. ദേഹവും ലോകവും വിട്ടുപോയാൽ ആരും ആത്മസ്വരൂപനിൽ ചേരും. ബ്രഹ്മസ്വരൂപത്തിലെത്തുന്നതിന് സത്കർമ്മങ്ങൾ ചെയ്യണം മർത്യലോകം. സത്കർമ്മങ്ങൾ ചെയ്യണം മർത്യലോകം. സത്കർമ്മങ്ങൾ ചെയ്യണം മർത്യലോകം. ആത്മാവിനെ ഭൂവിൽ ബന്ധമില്ല, സ്വന്തദേഹവുമായൊരു ബന്ധമില്ല. ജീവാത്മാക്കൾ തമ്മിലെ ബന്ധമുള്ളു പരമാത്മാവുമായുള്ളൊരാത്മബന്ധം. ലോകസുഖങ്ങൾ നശിക്കുന്നത് കണ്ടിട്ടാരും ക്ലേശിക്കേണ്ടതില്ല. ലോകസുഖങ്ങൾ നശിക്കുന്നത് കണ്ടിട്ടാരും ക്ലേശിക്കേണ്ടതില്ല. ആത്മനാഥൻ വന്നുണർത്തുമീ നിങ്ങൾക്ക് ആനന്ദ ചൈതന്യം തന്നുകൊള്ളും. ആത്മനാഥൻ വന്നുണർത്തുമീ നിങ്ങൾക്ക് ആനന്ദ ചൈതന്യം തന്നുകൊള്ളും. ആനന്ദ ചൈതന്യം തന്നുകൊള്ളും. നാഥനാനന്ദ ചൈതന്യം തന്നുകൊള്ളും. ആത്മാവിനി ഭൂവിൽ ബന്ധമില്ല, സ്വന്തദേഹവുമായൊരു ബന്ധമില്ല. ജീവാത്മാക്കൾ തമ്മിലെ ബന്ധമുള്ളു പരമാത്മാവുമായുള്ളൊരാത്മബന്ധം. ശാശ്വതമായുള്ളൊരാനന്ദരൂപന് ദുഃഖമെന്നൊന്നുമേ കാണുകില്ല. ശാശ്വതമായുള്ളൊരാനന്ദരൂപന് ദുഃഖമെന്നൊന്നുമേ കാണുകില്ല.
നിത്യ നിരാമയൻ പൊടികളുമാത്മാവിൽ ദുഃഖമെന്നൊന്നുമേ കാണുകില്ല. ദുഃഖമെന്നൊന്നുമേ കാണുകില്ല. ദുഃഖമെന്നൊന്നുമേ കാണുകില്ല. ആത്മാവിൽ ബന്ധമില്ല, സ്വന്തദേഹമായൊരു ബന്ധമില്ല. ജീവാത്മാക്കൾ തമ്മിൽ ബന്ധമുള്ള പരമാത്മാവുമായുള്ളൊരാത്മബന്ധം. പരമാത്മാവുമായുള്ളൊരാത്മബന്ധം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരിയോ. ഇവിടെ സന്നിഹിതരായ എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ, ഓരോരുത്തരുടെയും പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുകയാണ്. പറ്റിപ്പോയ തെറ്റുകൾക്കും എല്ലാം തന്നെ ക്ഷമ ചോദിച്ചുകൊണ്ട് ഹരിയോം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നല്ല ഒരു ഗൗരവമേറിയ പ്രഭാഷണം എന്ന് തന്നെ പറയാം. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രഭാഷണം തന്നെ നമുക്ക് കലിശേഷി നമുക്ക് പറഞ്ഞു തന്നു. ഈ ഒരു ഗൗരവം വേണം ഭാഗവതത്തിന്. അതാണ് ശ്രീമദ് ഭാഗവതം എന്നുള്ളത് സർവവേദാന്ത സാരം ഹി ശ്രീ ഭാഗവതം ഇഷ്യത്തെ തദ്രസാമൃത എന്ന് പറയുന്നില്ലേ അവിടെ അവസാന മംഗളാധ്യായത്തിൽ പറയുന്നില്ലേ? വേദാന്തം അത്ര അത് കട്ടിയാണെന്ന് നമ്മൾ ധരിക്കുന്നതിൻ്റെയാണത്. യഥാർത്ഥ വസ്തുക്കൾ പറയുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതാ ഈ കട്ടിയാന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അത് നമ്മൾ ഒരു കാപട്യം കൊണ്ട് നമ്മൾ കട്ടിയാന്ന് പറഞ്ഞ് അതിനെ തള്ളി വിടുന്നതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അതാണ് യഥാർത്ഥമായിട്ടുള്ളൊരു ആനന്ദം. അത് അറിയുമ്പോഴുള്ള ആനന്ദമാണ് ശരി യഥാർത്ഥമായിട്ടുള്ളൊരു സുഖം എന്ന് പറയുന്നത്. മറ്റതൊക്കെ തൽക്കാലജങ്ങൾ മാത്രം. എന്തായാലും വളരെ ഭംഗിയായിട്ട് അംബരീഷയിൽ നമുക്കറിയാം. ഇതിനു മുമ്പ് നമുക്കൊരു എക്സ്പീരിയൻസ് തന്നിട്ടുണ്ട് അല്ലേ, ആരാ കലാ ഉണ്ണികൃഷ്ണൻ എന്നുള്ളത്. എന്തായാലും വളരെയധികം അതിലുമൊക്കെ മെച്ചപ്പെട്ട് നല്ല ഒരു ഇരുത്തം വന്ന ഒരു പ്രഭാഷണം കേട്ട പ്രതീതി ഈ മധ്യാഹ്നത്തിൽ നമ്മളെ സന്തോഷിപ്പിച്ചു. ഇനിയും അമ്മയ്ക്ക് ധാരാളം അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും അതുപോലെ തന്നെ ഭാഗവതം വായിക്കാനും നാരായണീയം വായിക്കാനും കീർത്തനങ്ങൾ ചൊല്ലാനും വീട്ടിലെ സാധനകൾ ചെയ്യാനും ഒക്കെ ഗുരുവായൂരപ്പൻ ആയുസ് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ. ആയുസ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല അല്ലേ, ആരോഗ്യത്തോടു കൂടി യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ അതൊക്കെ ഉപാസനകളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് ആത്മാർത്ഥമായിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു.